സാമൂഹിക പ്രവർത്തനായ സി സാബുവിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ പി വേണു, മറ്റു പ്രിയങ്കരായിട്ടുള്ള ഇതിന്റെ പ്രവർത്തകര്, നാട്ടുകാര്, ഇന്ന് ഏപ്രിൽ 14 മഹാത്മാ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 133ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മളും അതിൽ പങ്കാളിത്തമായിട്ടുണ്ട്. കാരണം ഇതിൽ ഒരു പറ്റം ചെറുപ്പക്കാർ സജീഷനുള്ള ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് അംബേദ്കറുടെ ആശയങ്ങൾ മുൻനിർത്തണമെന്ന ഉദ്ദേശത്തോട് വന്നത് തിരിച്ചറിവിന്റെ പാതയിൽ വന്നതുകൊണ്ടാണ്, അനുഭവങ്ങൾ കൊണ്ടാണ്. വളരെ വ്യക്തമായ കുറെ കാര്യങ്ങൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലെയുള്ള ഒരു മഹാൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും സുതാര്യമായ ലോകരാജ്യങ്ങളിൽ വെച്ച് സുതാര്യമായ ഭരണഘടന ഇന്ത്യക്ക് കിട്ടില്ലായിരുന്നു. കാരണം ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ മഹത്വം മനസ്സിലാക്കിയത് ഇന്ത്യക്കാരല്ല, അത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ടാണ് ഈ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അംബേദ്കറെ അവർ നിയമിച്ചു. 58ഓളം ഡിഗ്രി അതുപോലുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഒരു വ്യക്തികളും ഇന്ത്യയിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾ ഇന്നാളെ പറയാം. കാരണം ഇവിടെ സോദാ പ്രാസംഗികൻ സൂചിപ്പിച്ചു, വളരെ പൈശാചികമായ അനുഭവം പേരേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർക്ക്. അന്നെല്ലാം അദ്ദേഹത്തിന്റെ സമൂഹം അനുഭവിക്കുന്നതെല്ലാം മനസ്സിലാക്കിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഇട്ടിറങ്ങി പോയിട്ടില്ല, ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം നിലകൊണ്ടത്. അതിവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിൻബലത്തോടെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പിൻബലം കൊടുത്തിട്ടില്ല. അത് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. ഇവിടെ കോൺഗ്രസ്സുകാരന്, കാരണം കോൺഗ്രസ്സുകാരിൽ പോലും അത്രയ്ക്കും കഴിവുള്ളവരില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പോലും ആ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അംഗീകരിക്കപ്പെട്ടത് അംബേദ്കറെ. പിന്നെ ഇവിടെ ഏതാ രാഷ്ട്രീയക്കാരും CPM-ഉം അഖിലേന്ത്യാ ബേസിൽ നോക്കുമ്പോൾ എന്താ ഉള്ളത്? ഇവരൊക്കെ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു അംബേദ്കറെ കഴിവിനെ. ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇവിടുത്തെ ഒരു മതസംഘടനയുടെയും ഭാഗത്തു നിന്ന് ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ഇത്ര വിരോധാഭാസം നേരിട്ടുള്ള ഒരാൾ. ഇത്ര കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് അംബേദ്കർ ഇത്തരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. 1891 മഹാരാഷ്ട്രയിൽ ജനനം. അവിടെ നിന്ന് പോരുന്നുണ്ടെങ്കിൽ വളരെയധികം തിക്കലുകൾ പിടിക്കേണ്ട മഹാരാഷ്ട്രയിലെ ഒരു ആധിപത്യം, ബ്രാഹ്മണിസം ആധിപത്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ്, ആ പ്രദേശമാണ്, ജില്ലയാണ്. അത് തന്നെ ഇപ്പോഴും ഇന്ത്യയിൽ ഉടലെടുക്കുന്നുണ്ട്. അംബേദ്കർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പൂർണ്ണതയിലും ഇവിടെ ദളിതർക്ക് ഒരു മോചനം ലഭിച്ചിട്ടില്ല. ഇന്ത്യ സ്വതന്ത്രമായെന്ന് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ചുമ്മാ അങ്ങ് പോകരുത്. ഇന്ത്യ സ്വതന്ത്രമായെങ്കിൽ അത് ഇവിടുത്തെ ദളിതന്റെ മുഖ്യമായ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമോ, അല്ല എങ്കിൽ ഇവിടെ ദളിതൻ സ്വതന്ത്രമായില്ലെങ്കിൽ ഇന്ത്യക്ക് സ്വതന്ത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ബ്രാഹ്മണിസം വാഴുന്ന ഈ നാട്ടിൽ ദളിതർക്ക് ഒന്നുമല്ലാതായി തീരും. ഇതാണ് ബ്രിട്ടീഷുകാരോട് അംബേദ്കർ പറഞ്ഞത്. ഇവിടെ സോദാ പ്രാസംഗികൻ സൂചിപ്പിച്ചു, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ടല്ല അംബേദ്കർ നിലകൊണ്ടത്. ഇവിടുത്തെ എല്ലാ മത ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് അംബേദ്കർ നിലകൊണ്ടത്. എന്നാൽ ഇവിടെ ഈ പറയുന്ന എത്ര പേര് അംബേദ്കറെ അംഗീകരിക്കുന്നുണ്ട്, അംബേദ്കറെ ഉൾക്കൊള്ളുന്നുണ്ട്?
ഇവിടെ ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും എല്ലാ സമുദായത്തിനും ചോദിക്കുകയും ഇവിടുത്തെ എല്ലാ സമൂഹത്തിനും വേണ്ടിയാണ് അംബേദ്കർ നിലകൊണ്ടത്. അംബേദ്കറെ ആശയത്തിൽ അംബേദ്കർ അംഗീകരിക്കാൻ എത്ര പേരുണ്ട് ഇവിടെ? ഇവിടുത്തെ എത്ര രാഷ്ട്രീയക്കാരുണ്ട്? CPM ഉണ്ടോ ഇവിടെ? കോൺഗ്രസ്സുകാരനുണ്ടോ? BJPക്കാരുണ്ടാകുന്ന കാരണം ബ്രാഹ്മണിസമാണ്. വരാൻ പോണ നാളുകളെ നിങ്ങളൊന്ന് ഓർത്തിരുന്നു. ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയത്. അത് നമ്മുടെ ഇന്ത്യയുടെ. BJP ഗവൺമെന്റ് ഒരു ടൈം കൂടി ഇന്ത്യ ഭരിക്കാൻ സാഹചര്യം ഉണ്ടായാൽ പുതിയ ഭരണഘടന രൂപപ്പെട്ട് കഴിഞ്ഞ് തയ്യാറാക്കി വെച്ചാണ്. ഈ മൂവർണ്ണ കൊടി എന്നുള്ള പതാക, ദേശീയ പതാക അതുപോലും ഇല്ലാതാവും. ആരും സംശയിക്കണ്ട. കാരണം രാജ്യസഭയിലും പാർലമെന്റിലും ഉൾപ്പെടെ ഈ നിയമനിർമ്മാണ വേദികളിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യും. അതുകൊണ്ടല്ല ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. പേരെന്താ? ഞങ്ങളുടെ ദളിത് സമൂഹത്തിൽ നിന്ന് ഒരു രാഷ്ട്രപതിയെ കൊണ്ടുവന്നു. അതിന്റെ തെളിവല്ലേ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ അധികാരം ആർക്കാണ്? റൈറ്റ് ആർക്കാണ്? രാഷ്ട്രപതി ചെയ്തില്ലെങ്കിൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയ്യാം. അവിടെ രാഷ്ട്രപതിയെ പുറത്തു നിർത്തിക്കൊണ്ട് വേണ്ട ഒരു ദളിത് ഇത് ചെയ്യണ്ട, അവിടെ ദൃഷ്ടി കൽപ്പിച്ചു, അയത്തം കൽപ്പിച്ചു. എന്നിട്ട് പറയണേ ഞങ്ങൾ ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് ഒരാളെ ഞങ്ങൾ രാഷ്ട്രപതിയാക്കി. എന്തിനു വേണ്ടി? ഉദ്ദേശം വേറൊന്നുമല്ല, അധികാരങ്ങൾ സംരക്ഷിക്കാനും അധികാര ശ്രേണിയിൽ കയറിയിരിക്കാനും ഇവിടെ ദളിത് സമൂഹത്തെ കൂടെ നിർത്തണമെന്നല്ലെങ്കിൽ നിങ്ങളെ രാഷ്ട്രപതിയാക്കിയെന്ന് കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ BJPക്കാരൻ ചെയ്തു വെച്ചേക്കുന്നത്. അല്ലെന്ന് ഇവിടുത്തെ BJPക്കാരനെ നെഞ്ചത്ത് കഴിച്ച് പറയാമോ? ഇവിടുത്തെ പാർലമെന്റിൽ വെച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രന് പറയാമോ? അങ്ങനെയല്ലെന്ന് പറയാനൊക്കില്ല. നിങ്ങളത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടുത്തെ CPM പറയാൻ പറ്റുമോ? പറയുകയില്ല. കരുതരവാ ഇന്നിപ്പോ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണക്കാരന് വേണ്ടി നിലകൊണ്ടൊരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തം കുടുംബവും പോക്കറ്റും പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റിനെ കൊണ്ട് നടക്കുന്ന ഒരു പറ്റം നേതാക്കന്മാരാണ് ഇന്ന് CPM-നകത്തുള്ളത്. അതിന് ഒട്ടുള്ള ഉദാഹരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ കുറഞ്ഞ കാലഘട്ടങ്ങളുണ്ട്. പ്രിയങ്കരനായ കേരളം കണ്ട ഏറ്റവും നല്ലൊരു ജനകീയ ഒരു നേതാവ് ഉമ്മൻചാണ്ടി അതേ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണല്ലോ V. സജാനന്ദൻ. ഇന്ന് ആ വിജയത്തിന്റെ സ്ഥാനം എവിടെയാണ്? CPM-കാരോട് പറയാവാ ഒന്ന് പറ. ഏതെങ്കിലും പ്രശ്നം രാവിലെ പരിഹരിച്ചും വൈകുന്നേരം രണ്ട് ലാർജ് അടിക്കുന്ന പണിയാണ് ഇന്ന് CPM-കാരുള്ളത്. വൈകുന്നേരം പോകുന്നത് 500 രൂപ പോക്കറ്റ് മേടിച്ചു വെക്കും. നിഷേധിച്ചാൽ ഇവിടുത്തെ CPM-കാർ അങ്ങനെ എന്ന് പറഞ്ഞാൽ പേരടയാളം സഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്താം. കോൺഗ്രസുകാരും മോശമല്ല കാര്യത്തിൽ. ഇങ്ങനെ ഇവർക്കൊക്കെ എല്ലാം മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു വിടണം. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അംബേദ്കറെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേരൊന്നും ചെയ്യണ്ട. ഈ വരാവുന്ന ഈ മാസം നടക്കാൻ പോണ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാവരും അധികാരത്തിന്റെ സ്ഥലം പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ പൊടിയതാണെങ്കിലും അംബേദ്കറുടെ ഈ ദിനം ഒന്ന് പൊട്ടവാക്കിലെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു വിടായിരുന്ന. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? എത്ര CPM-കാരൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ? എത്ര കോൺഗ്രസ്സുകാരൻ പറയുന്നുണ്ട്? BJP-കാരൻ പറയുന്നത് ഞാൻ നേരത്തെയും പറയും. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പുതിയൊരു രൂപരേഖ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് BJP-യുടെ. ഹിന്ദു അജണ്ട, ബ്രാഹ്മിണിസം അജണ്ട തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് നടപ്പാക്കും, ഒരു സംശയം വേണ്ട. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല. കാരണം ഈ മൂവർണ്ണ കൊടി പോലും ഇവിടെ നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ജനതന് ഇവിടെ എന്താണ് മോക്ഷമുള്ളത്? ഡോക്ടർ BR അംബേദ്കർ നിയമകാര്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2-2:30 മണിയായപ്പോൾ പത്രക്കാരൻ പത്രടാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ വെട്ടം കണ്ടു. ജനലിലൂടെ അദ്ദേഹം പത്രക്കാരൻ ചോദിച്ചു, അല്ലയോ ഈ മന്ത്രിമന്ദിരങ്ങളെല്ലാം ഉറങ്ങി, ഈ സമയത്ത് ഉറങ്ങാൻ നിർത്തി കുറിക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്,
ഉറങ്ങുന്നവന്റെ ജനത ഉണർന്നു. എന്റെ ജനത ഇപ്പോൾ ഉറക്കത്തിലാണ്. അവരെ ഉണർത്താനുള്ള വെട്ടപ്പാടിലാണ് ഞാൻ ഈ സമയത്തും ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞ മനസ്സിലായ? സാമ്പത്തികം, സ്ഥാപനങ്ങളും എല്ലാ അധികാര ശ്രേണിയിലും ഇവിടുത്തെ മറ്റ് ഇതര സമൂഹങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടു. അവന്റെ അധികാരവും എല്ലാ സമ്പത്തും എല്ലാമായി. ഇവിടുത്തെ എല്ലാതിനെ അധികാരമില്ല, സ്ഥാപനമില്ല, സമ്പത്തുമില്ല. പക്ഷേ ഇതിന് കാരണം വേറെയല്ല. കോടാലിക്ക് കോടാലിയാണ് കഴിഞ്ഞ് നാശം പറഞ്ഞ കാരണമുണ്ട്. ഈ ദളിത് സമൂഹത്തിലെ ശകുനികളുണ്ട്. അതായത് കുറച്ച് കാശും വെള്ളവും ഇച്ചിരി ഇറച്ചി കഷ്ണമൊക്കെ മേടിച്ച് ഈ സമൂഹത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് അവന്റേതായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവന്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഈ സമൂഹം ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലും ഇപ്പോഴും ഒരു മോചനത്തിലെ ഒരു ഉന്നതിയെത്താൻ സാധിക്കാതെ വരുന്നിട്ടുള്ളത്. അത് മറ്റാരുമല്ല. കാരണം ഇവനൊന്ന് ആലോചിക്കാം, ഞാൻ ഇന്ന് സമൂഹത്തെ ഒറ്റുകൊടുക്കുമ്പോൾ എന്നേക്കുമായിട്ടാണ് ഒരു ദിവസത്തേക്കല്ല, വരും തലമുറയ്ക്ക് പോലും അത് ബാധകമാവും. കാരണം അധികാരങ്ങളിൽ നിന്ന് പോലും സ്ഥാപന ജന്മങ്ങളിൽ പോലും ഞാനും എന്റെ സമൂഹവും പിന്തള്ളപ്പെടുമെന്നുള്ള ഒരു ചിന്താഗതി ഈ ചെയ്തു കൊടുത്തവർക്കില്ല. കാരണം അവർക്ക് സാമ്പത്തികം മതി, മറ്റവന്റെ നേതാവുടെയും മറ്റവരുടെയും ഒരു പ്രീതി മതി. തോളെ കയറ്റി രണ്ടൊക്കെ തട്ടാൻ തട്ടി അധികം കൊള്ളാന്നൊക്കെ പറയുമ്പോ ഇയാളങ്ങ് മുന്നിൽ പോവുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൊണ്ടാണ് ദളിത് സമൂഹത്തിന് കുറെ പീഡനങ്ങളും പുരോഗതിയും ഇല്ലാതെ കൊണ്ടുള്ള പ്രധാന കാരണം. പക്ഷെ അത്ര ഒരു കാര്യമായിട്ട് ഈ കാലഘട്ടത്തിലൊക്കെ നിന്നാൽ ചെറുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ ഇന്ത്യയിലുള്ള ദളിത് സമൂഹങ്ങൾ. അതിന്റെ കാറ്റിന് വടക്കേ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. അത്തരം ഒരു ഉമ്മാക്കിയായിട്ടാണ് ഞങ്ങളടുത്ത് വന്നാൽ ഇവിടെയും അത് ഏത് ആരാണെന്ന് പറഞ്ഞാലും അത് ആ തരത്തിൽ നിർത്തും. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. കാരണം ഞങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങൾ പറയാനുണ്ട്. മഹാത്മാ അയ്യൻകാളി ഒറ്റക്കാണല്ലോ ഇവിടെ സമരം നടത്തിയത്. കേരള സമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സന്തതികളാണ് ഞങ്ങള്. ഒറ്റക്ക് വലിയ തമ്പ്രാക്കന്മാരെ പൂർത്തിയ അംബേദ്കറുടെ സന്തതികളാണ് ഞങ്ങൾ. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളെ ഇല്ല ഉമ്മാക്കി കാണിക്കാം എന്നുള്ള ധാരണയാണെങ്കിൽ നടക്കില്ല. ഇവിടെ നടക്കുന്ന അധികാര സ്ഥാപനങ്ങളിലും എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അവകാശം വേണം, അധികാരം വേണം. നിന്റെ ഒന്ന് അവതാരം വേണ്ടത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ആ ഭരണകൂട അവകാശമുണ്ട് ഞങ്ങൾക്ക്. അല്ലാതെ ഇവിടുത്തെ CPM-കാരന്റെയും കോൺഗ്രസ്സുകാരന്റെയും BJP-കാരന്റെയും ഒരു അവതാരം ഞങ്ങൾക്ക് വേണ്ട. കോൺഗ്രസ്സുകാരനൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളാണ്ട് കൊടുക്കണം. എന്താ കൊടുക്കുന്നത്? നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോ കുറച്ച് ആൾക്കാർ ചില്ലറ കൊടുത്തിട്ട് കുറെ കുപ്പിയും കൊടുക്കണം, അതാണ് പരിപാടി. അതല്ല, ഒരു ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ദുഃഖങ്ങളെ അത് അടുത്തറിയണം. CPM-മാരുണ്ട്. ഇപ്പൊ CPM-ൽ നേതാക്കന്മാരൊക്കെ നല്ല നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടനവധി വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കാണുമ്പോൾ ആ വിഷയങ്ങളിൽ വളരെ ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ചെന്ന് ആ വിഷയങ്ങൾ പരിഹരിക്കുന്ന CPM നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ആ CPM അല്ലല്ലോ ഇപ്പൊ മുതലാളിത്ത CPM. ഇന്നിപ്പോഴത്തെ CPM ഭരിക്കുന്നത് മുതലാളിമാരെ മാത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് CPM നിലകൊള്ളുന്നത്. BJP-യുടെ സ്ഥിതി മോശമൊന്നുമല്ല. അവർക്ക് വേറെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം. ഇതാണ് അവരുടെ മുൻ ലക്ഷ്യം. ഹിന്ദു രാഷ്ട്രമാണ് മുഖ്യ വിഷയം. കാരണം RSS അജണ്ട നടപ്പാക്കണം. ഇതെല്ലാം ഉൾപ്പെടുന്നതിന് മുന്നേ അയ്യൻകാളി ഒറ്റയ്ക്ക് സമരം ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ ആരുടെയും പുറകിൽ നിന്ന് കൈനീട്ടാൻ ഞങ്ങളാരും വരികയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഞങ്ങളുടെ ഉണ്ടാകും, അത് കുറച്ചു പേരുണ്ടാവാം. ഞാനിത് പറയുമ്പോ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഞങ്ങൾ സമൂഹത്തിന് അല്ലെങ്കിൽ എതിരാകുന്നതല്ല. ഇന്ത്യയിൽ BJP ഗവൺമെന്റ് മുസ്ലിം സമൂഹത്തിനെതിരെ പൗരത്വ ബിൽ പാസ്സാക്കി, ഓർഡിനൻസ് പാസ്സാക്കിയപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്കകത്ത് പങ്കെടുത്തിട്ടുണ്ട്. സന്തോഷം. എനിക്ക് വളരെയധികം ബഹുമാനവും സ്നേഹമുള്ള എന്റെ സുഹൃത്തുക്കളും
ഇവിടെ ആത്മവായുമുള്ള ആൾക്കാർ ഇവിടെ ഈ ചാവടിയിലുണ്ട്. ഒട്ടേറെ വിഷയത്തിൽ ഞാനിപ്പോ പങ്കെടുത്തിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടും അതല്ലാതെ. പൗരത്വ ബില്ലിന്റെ ഓർഡിനൻസ് പാസാക്കിയപ്പോൾ CPM-കാരനും കോൺഗ്രസുകാരനും രാമകനില്ലാണ്ട് സമരത്തിനിറങ്ങി, വേളയിലിറങ്ങി. എന്താ കാര്യം അറിയാം? ആ വരാൻ പോണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ സമൂഹത്തെ ഞങ്ങളുടെ കൂടെ നിർത്തണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പോൾ BJP-ക്കാരും ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങളുടെ ഒരു അബ്ദുള്ള കുട്ടി പോയിട്ടുണ്ട്. പൗരത്വ ബില്ല് പാസാക്കിയപ്പോ ഈ മാനിന് എവിടെയാണെന്ന് അറിയാൻ പാടില്ല. മൊത്തം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തിട്ടല്ലേ പോയത് അബ്ദുള്ള കുട്ടി, അല്ലേ? വളരെ ത്യാഗങ്ങളും യാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം. അപ്പൊ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ മകാനും പോയത്, ഒരു സ്വന്തം സമൂഹത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്. ഞാനിത് പറയാൻ കാരണം, 3 വർഷക്കാലമായി സ്വന്തമായി ജീവിക്കുന്ന പുരയിടങ്ങളും വീടുകളും ഓരോ വെള്ളത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ഈ കുത്തിയോട് പഞ്ചായത്തിന്റെ തുറവൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് മേഖലയിലുള്ള പാടശേഖരങ്ങളിൽ ഓരോ വെള്ളം കയറ്റുന്നതിൽ മത്സ്യകൃഷി ചെയ്യുന്നത് മൂലം ജനസമൂഹത്തിന്റെ മാത്രമല്ല ഈ TD പടിഞ്ഞാറ് സമൂഹത്തുള്ള ഈഴവരുടെയും ഗോങ്ങുടി സമുദായത്തിന്റെയും പടിഞ്ഞാറ് മനക്കോട് ഭാഗത്തുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഞങ്ങൾ പൊതുവിഷയത്തെ ഏറ്റെടുത്തത്. സമരം ചെയ്തിട്ട് ഈ സമരം കണ്ടില്ലെന്ന് നടിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസുകാരനും CPM-കാരനും BJP-ക്കാരനും ശ്രമിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പൗരത്വ ബില്ലിന്റെ പേര് പറഞ്ഞപ്പോൾ കരുതരവാ മുസ്ലിം സമുദായം വല്ലൂർ ഇവിടെ ഞങ്ങളും അത്ര മോശമൊന്നുമില്ല. കാരണം പിന്നെ നിങ്ങളിങ്ങനെ കാണുന്നത് വേറെ കാര്യമല്ല, ഞങ്ങളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെയൊക്കെ പിന്നാമ്പുറത്തുകൊണ്ട് കൈനീട്ടി നക്കാപ്പിച്ച മേടിക്കുമ്പോൾ നിങ്ങൾ അത്രയൊക്കെ വില നിർത്തുള്ളൂ. അത് ഞങ്ങളെയൊന്നും കിട്ടിയാല. ഞങ്ങളെ കുറച്ച് ഇച്ഛാശക്തിയുള്ള ആൾക്കാരുണ്ട്. എവനെല്ലാം ആൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളെ അല്ല, ഞങ്ങളെ ഒത്തുതരുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവനെ അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് പല മാർഗങ്ങളിലൂടെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ സാമൂഹിക പുരോഗതിക്കും സാമൂഹിക നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം, അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമല്ല. അതാ ഞാൻ ചോദിച്ചത്. ഈ KPMSന്റെ ഒരു സമരം നടക്കുന്നു, എന്താണെന്ന് ചോദിക്കേണ്ടത്. ഈ സമരത്തെ തച്ചു തടുക്കുന്നതിന് വേണ്ടിയിട്ട് CPM-കാരൻ AM ആരിഫ് ഉൾപ്പെടെ ആൾക്കാർ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ അങ്ങനെ ഇറക്കി. അല്ലെ ഞങ്ങൾ തന്നെ പേടിച്ച് അങ്ങോട്ട് പോകുമെന്ന് ഓർത്താ. CPM കൊട്ടേഷൻ കൊടുത്തത് ഞങ്ങളെ പണിയല്ലെന്ന്. AM ആരിഫും CPM അതിന്റെ തെളിവാണ്. PD രമേശനും പുത്തങ്കാവിലെ സുരേഷും ബ്ലോക്ക് കോൺഗ്രസ് സജി ഉൾപ്പെടെയുള്ള ഒരു സമിതിയുണ്ട് കൂട്ടിഷി പാടശേഖരത്തിന്റെ. നമ്മൾ കഴിഞ്ഞ മഴകളെല്ലാം നമ്മളതാണ് പൈമ്പലി എന്ന് പാടി പറഞ്ഞ് പറ്റിച്ച കമ്മ്യൂണിസ്റ്റുകാരാ. നീ വന്ന് ആ സമിതിയിലെ ഇന്ന് ആ പാടത്ത് നെല്ല് വിളയുന്നുണ്ടോ? നെല്ല് വിതച്ചിട്ടുണ്ടോ? നീ മത്സ്യകൃഷി കൊടുത്തല്ലോ. നിനക്ക് എന്താണ് ആത്മാർത്ഥയുള്ളത്? PD രമേശിന് എന്താണ് ആത്മാർത്ഥയുള്ളത്? എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സുരേഷും ഈ സജിയൊക്കെ? സജിക്കൊരു സീറ്റ് കിട്ടിയപ്പോഴല്ലേ സജി CPM-കാരനായത്. ഞങ്ങൾ ഇട്ടും പോകുന്നില്ല, ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ ചോദിക്കും, ചോദിക്കേണ്ട രീതിയിൽ തന്നെ ഞങ്ങൾ ചോദിക്കും. നീയൊന്നും കാണിച്ചാൽ ഉമ്മക്ക് കാണിച്ചാലൊന്നും ഭയന്ന് ഞങ്ങൾ പോകത്തുമില്ല. ഞാൻ പറഞ്ഞ കാര്യം അറിയോ? ഒരു സാമൂഹ്യ പുരോഗതിക്കാനും സാമൂഹ്യ വിഷയങ്ങളിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എല്ലാവരും ഒരുപോലെ കാണണം. എടാ CPM-കാരനകത്തുണ്ട് ഞങ്ങളുടെ ആൾക്കാരെ വേണ്ടിട്ട് ഏത് വിഷയത്തിലും ചാടി നിൽക്കുന്ന വിനുകുമാറ്, സജേഷ്, അജിത്ത്, കുറേയധികം ചെറുപ്പക്കാര് മാറി നിൽക്കുക പാർട്ടി മെമ്പർഷിപ്പ് പോലും പുതുക്കാതെ. എന്താ കാര്യത്തിലാവാ? തോന്നിയവാസം CPM-കാരന്റെ തോന്നിയവാസം തിരക്കണില്ല. എന്നിട്ട് വിളിക്കാണ്, നിങ്ങൾ വാ നമുക്ക് സഹകരിക്കാം, നമുക്ക് ഉണ്ടാക്കാം. എന്തെന്ന് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങളുടെ വിഷയം? ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസിനകത്തുണ്ട് ഞങ്ങള്. ഞാനൊക്കെ UDF-ലേക്ക് വിശ്വസിച്ചു പോകുന്ന ഒരാളാണ്. തിരക്കിട്ടില്ല. BJP-യിലുണ്ട് ഞങ്ങൾ ആൾക്കാർ. ഇവിടെ BJP-യുടെ പറയുകയാണല്ലോ മധുസൂദനൻ പറയുന്നത് BJP ഒന്നും ചെയ്യില്ലെന്ന്. അവനും വന്ന്
അവനെ വന്ന് ഒരു മത്സ്യക്കൊണ്ടൊക്കെയായിട്ട് വന്നിട്ട് അവിടെ കുറച്ച് ആളാങ്ങനെ ഒന്ന് കരക്കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പേടിച്ചു പോകുന്നു. ഇങ്ങനെ പോകുന്ന ഒരു സമൂഹമല്ല ഞങ്ങളെ. അധികാരത്തിന്റെ ഉമ്പ് കൊണ്ട് എല്ലാം കൊണ്ട് പോലീസിനവരെ ഉപയോഗിച്ച് ഞങ്ങൾ ചെറുത്ത് തന്നെ നിൽക്കും. ഇതൊന്നും കണ്ടാൽ ഞങ്ങൾ ഭയന്ന ആൾക്കാരല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷക്കാലം ഇനി സമരം ഇവിടെ നീണ്ടു നിൽക്കത്തില്ല. ഹൈക്കോടതി 3 തരത്തിലാണ് കേസ് നിൽക്കുന്നത്. ഞങ്ങൾ പൈക്ക് ഞങ്ങളെ പാട്ടിനെയും പരിപോട്ടമായിട്ട് ഞങ്ങളെ കണ്ടവരുടെ കാശ് പഠിച്ചിട്ടില്ല. ഇപ്പൊ കേസ് ഞങ്ങൾ നടത്തുന്ന സമരത്തിനെതിരായിട്ട് കുറച്ച് ആൾക്കാരിവിടെ ഇറക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ചാക്ക് കോൺട്രാക്ടർമാരും പാടശേഖര സമിതിയും കൂടി കാശ് കൊടുത്തും മദ്യം കൊടുത്തും ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പുനർസീവാന്റെ ആൾക്കാരാണ്. ഞാൻ വളരെയധികം വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആൾക്കാരാണ്. KPMSന്റെ ഗ്രൂപ്പ് ഞാൻ പറയുന്നില്ല. ഞാനത് പലരും സ്ഥാപിച്ചിട്ട് അല്ല സാബു ഞങ്ങളൊന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല, പുന്നൽ അറിയാവുന്നുള്ളത്. പിന്നെ ആരും ഒരു സംഘടനകളാണ് പേര് ഉപയോഗിക്കാൻ ഒരു നേതാവിന്റെ പേര് ഉപയോഗിക്കുമ്പോൾ അതറിയണ്ടേ? കാരണം പുനർസീമാൻ ചെയ്യല് ഞങ്ങൾക്ക് അതിശയൊന്നുമില്ല. കാര്യം വാളയാർ കേസ് നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. വാളയാറിലെ 2 ഞങ്ങളുടെ സഹോദരിമാരെ മൃഗീയമായി ബലാത്സംഗം കൊന്നിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ അതിന്റെ ആ വിഷയം അന്വേഷിച്ചിട്ട് തെളിവെടുക്കാൻ വേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാലിൽ പിടിച്ചൊരു ചിത്രമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വ്യക്തിയാണ് പുന്നൽ ശ്രീമാൻ. അല്ല നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ ഈ കേരളത്തിലെ പുലേന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളല്ല. കേരളത്തിലെ KPMS ഒരു കോളേജ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു നിയമം ഇറക്കിയതൊക്കെ കേരള നിയമസഭയിലെ അന്നത്തെ ധനകാര്യ മന്ത്രി മാണി സാർ പറഞ്ഞത് KPMS ഒരു കോളേജ് എന്നാണ്. അവരെ ട്രസ്റ്റിന് കോളേജ് കൊടുത്തിട്ടില്ല. അത് ഞങ്ങളെല്ലാം പറ്റിച്ചുണ്ടാക്കി. അതിനെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു പൊതു വിഷയം വരുമ്പോൾ ഞങ്ങൾ ആരുടെയും സമ്പത്ത് വരുമാനം താഴാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ വീടും പരിസരവും സംരക്ഷിക്കണം. അതിനും 13 ആവശ്യങ്ങൾ ഞങ്ങള് സമരത്തിന് സ്റ്റാർട്ടിങ് ചെയ്ത് കൊടുക്കും എന്നാണ് ചോദിച്ചിട്ടില്ല. ഇവിടെ CPM-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനൊക്കെ ഞങ്ങള് പലതവണ ഞങ്ങൾ കത്ത് കൊടുത്തതാണ്. എന്താ കാര്യം അറിയോ? ഇതുപോലെ ചീങ്കണ്ണികൾ ഞങ്ങളുടെ കൂടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. നേരെ മറിച്ച് SNDP ഇതേപോലെ ഒരു സമരത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ മാറാണ്ട് അവന്റെ അടുത്ത് ചെല്ലുവാൻ അവന്റെ നേതൃത്വത്തിന് ചെല്ലുമായിരുന്നു. ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം നേതൃത്വം തിരക്കി ചെല്ലുമായിരുന്നു. ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ചെയ്തിരുന്നെങ്കിൽ അവന്റെ അടുത്ത് ചെല്ലുമായിരുന്നു. ഞങ്ങൾക്കറിയാതെ പോയി. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ ഞങ്ങൾക്കറിയാം. ഇതൊന്നും പഠിക്കാതെ നടക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം അംബേദ്കർ ഇത്രത്തോളം വിദഗ്ധമായി നിയമങ്ങൾ പഠിച്ച് എത്തിച്ചു പോലും അംബേദ്കറെ വളരെയധികം ദൂഷിച്ച ഒരു നാടാണ് നമ്മുടെ. ആ നാട്ടിൽ പിന്നെ ഒന്നുമില്ലാതെ ഞങ്ങളെയൊക്കെ ഇത് വെക്കുവോ? ഇന്നിപ്പോ പാർലമെന്റ് അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി BJP-ക്കെതിരായിട്ട് CPM-കാരനും കോൺഗ്രസ്സുകാരനും ഇവിടെ 2ആയിട്ട് മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ കൈപൊക്കണമെന്ന് ഒന്നിച്ചാണ് കൈപൊക്കുന്നത്. കഴിഞ്ഞ കൊല്ലം പാവത്താൻ ഒറ്റക്കാണ് CPM-ന് പോയി. അപ്പൊ ഈ ആശയമൊക്കെ കണക്കാണ്. എന്തുകൊണ്ടാണെന്നോ? ഇത് ദളിതർക്കെതിരെ ഒരു വിഷയം വന്നാൽ നോക്കാനല്ല, ഞങ്ങളുടെ പൊതു വിഷയം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പാർലമെന്റ് ചെല്ലുമ്പോൾ എന്താ ഒന്നാമത്? കാരണം നോക്കി നിന്നില്ലെങ്കിൽ BJP ഈ ടേൺ കൂടി വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കാര്യം CPM-ന്റെ കാര്യമൊക്കെ കട്ടപ്പോവുകയാണ്. അവരതിനുള്ള പണിയെടുക്കുന്നുണ്ട്. BJP-ക്കാരൻ അതിനുള്ള പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് CPM-കാരന് മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനും മനസ്സിലായിട്ടുണ്ട്. എടാ നിനക്കൊക്കെ അത് വേണം. എന്താ കാര്യം അറിയാമോ? ഇവിടത്തെ CPM-കാരനെ വളർത്താൻ വേണ്ടി ഞങ്ങളുടെ പിതൃക്കന്മാര് രാപകല്ലാണ്ട് ഞങ്ങളുടെ വീടുകളുടെ അന്തി പറഞ്ഞ് വളർത്തിയ പ്രസ്ഥാനമാണ് CPM. സഖാവ് VK കൃഷ്ണൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാന്നറിയില്ല. അവര് കുറച്ച് പ്രായമുള്ളതൊക്കെ അറിയാൻ പറ്റും. ഈ കോളം തൊട്ടുള്ള എന്റെ വീട്ടിൽ വരുമായിരുന്നു. എന്റെ ചേട്ടൻ CPM-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു. VK കൃഷ്ണൻ എന്റെ വീട്ടിൽ വരുമായിരുന്നു. മാളിത്തറ 3 ചേട്ടൻ വരുമായിരുന്നു. അന്നൊക്കെ ഞാറ്റുപണിയുടെ സമയത്ത് CPM-കാരൻ കൊടിപൊക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് കൊടിപൊക്കി പോയി പടിഞ്ഞോട്ട് വെച്ചാൽ അവിടെ നിന്ന് മടക്കി കഷത്തം വെച്ചിട്ട് തിരിച്ച് 2 മണി വീണ്ടും വരികയാണ്.
എന്നിട്ട് അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാടത്ത് പെണ്ണുങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, എന്തെങ്കിലും ചിലർ കൊടുത്തില്ല, പരാതി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്നത്തെ വളർന്ന ഒരു നേതാവാണ് വി കെ കേശവൻ. ഇന്ന് വണ്ടിയുണ്ട്, ഇന്നിപ്പോ സഖാക്കന്മാരെന്ന് പറഞ്ഞ എല്ലാവർക്കും വണ്ടിയുണ്ട്, കാറുണ്ട്, എല്ലായിടത്തും വണ്ടിയും ചെല്ലും. അന്ന് വി കെ കേശവൻ ഇവിടെ നിന്ന് നടന്നു വേണം പള്ളിത്തോട് കടപ്പുറത്തൊക്കെ വരണമെങ്കിൽ. അതാ പ്രസ്ഥാനത്തിനുള്ളത്. മറ്റൊരു സഖാവുണ്ടായിരുന്നു, കല്യാണം കൊടുത്ത മരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വീടില്ലായിരുന്നു. CPM-മാരില്ലായിരുന്നു ഇവിടെ, ഇല്ലായിരുന്ന? ഞാനീ പറയുന്നത് ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ. വല്ലാറെന്ന് പറഞ്ഞ പക്കാ CPM-കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ. എന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. കാരണം എന്റെ ചേട്ടൻ CPM-ന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്റെ വീട്ടിൽ വരുന്നത്. അവരൊക്കെ എനിക്ക് പരിചയമുണ്ട്. പി ഭാസ്കരൻ CPM-ന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള നേതാവാണ്. ഞാൻ ചോദിച്ചോട്ടെ, വി കെ കേശവനെയും പി ഭാസ്കരനെയും CPM-കാരാ നീ ഏതെങ്കിലും ദിവസം അവന്റെ പേര് പറഞ്ഞ് അനുസ്മരിക്കുന്നുണ്ടടാ? CPM-കാരാ ഉണ്ടാ? കോൺഗ്രസ്സുകാരൻ ചോദിക്കാണ്. ഇവിടെ ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കോൺഗ്രസിനകത്ത് പോലും CPM-നകത്ത് പോലും ഇവിടുത്തെ ഒരു ദളിതനുണ്ടായാൽ അവന് വേണ്ട പരിഗണന കൊടുക്കാറില്ല. പറയുമ്പോൾ ഞങ്ങൾ പറയുന്നതിനുള്ള ധാരണയുണ്ടാണ്. എസ് ചിദംബരന്റെ പേരിൽ എന്നും വർഷം തോറും അനുസ്മരണം നടക്കുന്നു. വി കെ കേശവൻ അനുസരിച്ചിവിടെ ഇവിടെ കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുത്തിയോട് പോലും നടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് വി കെ കേശവൻ. വല്യാളം എടുത്ത അതുപോലെ തന്നെയാണ്. മരിക്കുന്ന സമയത്ത് ഓലമടലെങ്കിൽ ചാരി വിട്ടിട്ട് അതില് ഓലം തിരിച്ചാണ് ആ മനുഷ്യൻ കിടന്നത്. അതാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അല്ല ഇന്നത്തെ പോലെയല്ല. ഇപ്പൊ സാമൂഹ്യ വിഷയങ്ങളിൽ എല്ലാവരും ഒരുപോലെ കാണണം. കാരണം നിങ്ങളൊന്നും കാണില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അംബേദ്കറിന്റെ പ്രസക്തി. ഇന്ന് CPM-നെ നെഞ്ചിലേറ്റാണെന്ന യുവാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പരിഹരിക്കാൻ അത് ചോദിക്കാൻ ഇന്നുവരെ CPM-കാരൻ തയ്യാറായിട്ടില്ല. സജീഷും വിധുനും അജിത്തും അവർ 17ഓളം പേരാണ് മാറി നിൽക്കുന്നത്. ഇവിടെ CPM-കാരനും BJP-ക്കാരും അടിയുണ്ടാകുമ്പോൾ ഇവിടുത്തെ CPM-കാരന് വീടിലെ വെച്ചിനാക്കാനൊന്നല്ല അടിച്ചിട്ടുള്ളത്. ഇവിടെ വിധുനും അജിത്തും ഒക്കെ ഇവിടെയുണ്ട്, കൈകാര്യം ചെയ്യേണ്ടവരെ. അപ്പൊ ഇന്നിപ്പോ പാർട്ടിക്ക് ആളില്ല, പോസ്റ്റ് അടിക്കാൻ കൂലിക്ക് ആളെ വെക്കണം. തിരിച്ചറിവിന്റെ പാതകളാണ് സഖാക്കൾ ഞങ്ങള്, തിരിച്ചറിവിന്റെ പാതകളാണ്. എക്കാലം ഒന്നും പറ്റിച്ചൊന്നും നിർത്താൻ കൂടെ നിർത്താൻ നടക്കേല. അത് കോൺഗ്രസ്സുകാരനെ മനസ്സിലാക്കണം. BJP-ക്കാരൻ്റെ RSS അജണ്ടയാണ്. RSS അജണ്ട എന്നുണ്ടെങ്കിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ ഇവിടുത്തെ ഇപ്പൊ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും പഠിക്കണം. ഓർത്തിരുന്നാൽ നമുക്കെല്ലാം നല്ലത്. നിങ്ങളിപ്പോ വലിയ വിദൂരമൊന്നുമില്ല. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ BJP അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാനുള്ള വിപത്തുകൾ വലുതാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടല്ല പൗരത്വ ഭേദഗതി ബില്ല് നേരെ ഓർഡിനൻസ് പാസ്സാക്കിയത്. ഇവിടെ ഇന്ത്യ ഭരിക്കാൻ ആര് ഭരിക്കണമെന്ന് നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ഒരു സമൂഹമാണ് ഇവിടെ ഇന്ത്യയിലെ ദളിത് സമൂഹം. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അവിടെ ഇവിടെയല്ല, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും വളരെ പ്രസക്തമായ അംഗബലമുള്ള ഒരു സമൂഹമാണ് ദളിത് സമൂഹം. ഈ ദളിത് സമൂഹത്തെ ഭീഷണിപ്പെടുത്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനാക്കൂടെ തന്നെയുള്ള കുറച്ച് ചിന്തണികളെ മറ്റ് BJP-ക്കാരനും മറ്റുള്ളവരും വിലക്കെടുത്തുകൊണ്ട് മാറ്റിയെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ഛന്നഭിന്നമാക്കി നിർത്തി. അതിന്റെ തെളിവാണ് ഞങ്ങളുടെ ഈ സമരത്തിനെതിരെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളക്കെട്ടിനെതിരെയുള്ള സമരത്തിന് ഞങ്ങളെ ലക്ഷ്യം വെക്കണം പറഞ്ഞപ്പോൾ 700 ഉടമ അവിടെയാണ്. പള്ളിത്തോട് പ്രദേശം ചാവരി ഉൾപ്പെടെ കരാച്ചിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 350 കുടുംബം, 400 കുടുംബമാണ്. ഈ 700 കുടുംബത്തിന്റെ കണക്കുകൾ ഞങ്ങൾ 700 കുടുംബത്തിന്റെ കണക്ക് പറഞ്ഞേക്കുന്നത് KPMSന്റെ അല്ലെങ്കിൽ ജനസമൂഹത്തിന്റെ പേരിലില്ല. ഇവിടുത്തെ മറ്റിതര സമൂഹങ്ങൾ കൂടി ആ ദുരന്തമുണ്ട്. ആ ദുരന്തം അവരുടെയും കൂടി പേര് പറഞ്ഞോടെ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച് ഈ ജന്മദിന പരിപാടി അംബേദ്കർ ജയന്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.